സഹോദരങ്ങളെ, റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും മഹത്തരമായ അവൻ്റെ പേരുകളിൽ ഒന്നാണ് അൽ മുഹൈമിൻ എന്ന നാമം. ഈ പേര് പരിശുദ്ധ ഖുർആനിൽ ഒരു സ്ഥലത്ത് മാത്രമാണ് വന്നിട്ടുള്ളത്. സൂറത്തു അൽ ഹശ്റിൽ അള്ളാഹുവിൻ്റെ ധാരാളം പേരുകൾ പറഞ്ഞിട്ടുള്ള ആയത്തിൽ വല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാഹു അൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാമുൽ മുഅ്മിനുൽ മുഹൈമിൻ, അവിടെയാണ് ഖുർആനിൽ ഈ പേര് വന്നിട്ടുള്ളത്. പണ്ഡിതന്മാർ ആ പേരിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അൽ മുഹൈമിൻ എന്നാൽ അൽ മുത്തലിഉ അലാ ഖഫായൽ ഉമൂർ, ഗോപ്യമായ രഹസ്യമായ കാര്യങ്ങൾ നോക്കിക്കാണുന്നവനാണവൻ. വാക്കാകട്ടെ പ്രവൃത്തിയാകട്ടെ എല്ലാം. അതാണ് ആ പേരിൻ്റെ അർത്ഥം, അൽ മുഹൈമിൻ. അവൻ്റെ അറിവിൽ നിന്ന് യാതൊന്നും തെറ്റിപ്പോവുകയില്ല. ഒരു കടുകുമണി തൂക്കം ഉള്ള ഒരു കാര്യമാകട്ടെ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് അറിയുന്നുണ്ട്. അതുപോലെ പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, മുഹൈമിൻ എന്ന പേര് വെറും അറിയുക മാത്രം എന്ന കാര്യമല്ല സൂചിപ്പിക്കുന്നത്, മറിച്ച് അവൻ്റെ അറിവെന്നാൽ അത് മാൽ ഖുദ്റ, കഴിവോടെയുള്ള അറിവാണ്. അവൻ ഖുദ്റത്തുള്ളവനാണ്, എല്ലാത്തിനും കഴിവുള്ളവനാണ്. അതോടൊപ്പമാണ് അവനെല്ലാം നിരീക്ഷിക്കുന്നത്. ഈ അർത്ഥം സൂചിപ്പിക്കുന്ന റബ്ബിൻ്റെ പേരാണ് അൽ മുഹൈമിൻ എന്ന പേര്. അള്ളാഹുവിൻ്റെ അസ്മായിൽ ഇന്ന് നമ്മൾ വിശദീകരിക്കുന്ന മറ്റൊന്നാണ് അൽ മുഹീത്ത് എന്ന പേര്. അൽ മുഹീത്ത് അള്ളാഹുവിൻ്റെ ഒരു പേരാണ്. അൽ മുഹീത്ത് ഖുർആനിൽ ധാരാളം ഇടങ്ങളിൽ ഈ പേര് വന്നിട്ടുണ്ട്. ഇഹാത്തത്ത് എന്ന അള്ളാഹുവിൻ്റെ സിഫത്താണ്, വിശേഷണമാണ് ഈ പേരിൽ ഉള്ളത്. ഇഹാത്തത്ത് എന്നാൽ വലയം ചെയ്യുക എന്നാണ് അതിൻ്റെ അർത്ഥം. അത് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അറിവുകൊണ്ട്, കഴിവുകൊണ്ട്, സമഅ കൊണ്ട്, ബസർ കൊണ്ടുള്ള അള്ളാഹുവിൻ്റെ ഇഹാത്തത്ത്, അഥവാ സകലതിനെയും അള്ളാഹുവിൻ്റെ ഇൽമ്, അറിവ് വലയം ചെയ്തിരിക്കുന്നു. സകലതും അള്ളാഹു അറിയുന്നു. അതുപോലെ സകലതിനെയും അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് വലയം ചെയ്തിരിക്കുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല ഏതൊരു കാര്യത്തിനും കഴിവുള്ളവനാണ്. അള്ളാഹു ഏതു വാക്കും ഏത് ശബ്ദവും കേൾക്കുന്നവനാണ്. അവനെല്ലാം കാണുന്നവനാണ്. അപ്പോൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ധാരാളക്കണക്കിന് വിശേഷണങ്ങൾ മുഹീത്ത് എന്ന പേരിൽ അടങ്ങിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ സമഅ, അവൻ്റെ കേൾവി പോലെ, അവൻ്റെ ബസർ, അവൻ്റെ കാഴ്ച പോലെ. റബ്ബിൻ്റെ പേരുകളിൽ ചിലത് അങ്ങനെയാണെന്ന് മുമ്പ് പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതായത് ചില പേരുകൾ ധാരാളക്കണക്കിന് വിശേഷണങ്ങളെ ഉൾക്കൊള്ളുന്ന പേരായിരിക്കും. അൽ അദീം എന്ന പേര് ഉദാഹരണം. അള്ളാഹു ഏറ്റവും മഹത്വമുള്ളവനാണ്. അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്. അവൻ്റെ ശക്തി കൊണ്ട്, അവൻ ചെയ്യുന്ന നന്മകൾ, അനുഗ്രഹങ്ങൾ കൊണ്ട്, അവൻ്റെ ഖഹർ കൊണ്ട്, അവനെല്ലാത്തിനെയും അടക്കി ഭരിക്കുന്നു എന്നതുകൊണ്ട്, ഇങ്ങനെ പല വിശേഷണങ്ങൾ, എല്ലാത്തിനും അവൻ അദീമാണ്. അവൻ ഏറ്റവും മഹത്വമുള്ളവനാണ്. അതുപോലെയുള്ള പേരുകളിലൊന്നാണ് അൽ മുഹീത്ത് എന്ന റബ്ബിൻ്റെ പേര്. ഈ പേരിലുള്ള ഈ പേരിൽ അടങ്ങിയിട്ടുള്ള ആശയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലുള്ളവനാണ്. അവൻ്റെ വിശേഷണങ്ങളെല്ലാം അതിവിശാലമാണ്, അതിമഹത്വരമാണ്. ആ രൂപത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇങ്ങനെയായിരിക്കെ റബ്ബ് അവൻ്റെ സൃഷ്ടികളെ വലയം ചെയ്തിരിക്കുന്നു. അവൻ മുഹീത്താണ്, ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നു. അത് മനസ്സിലാകാൻ സഹാബിമാരിൽ ചിലർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഒരു അസർ, അവരുടെ ഒരു വാക്ക് നമ്മെ സഹായിക്കും. എന്താണ് അവർ പറഞ്ഞത്? 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ കഫിൽ, അവൻ്റെ കയ്യിൽ, അവൻ്റെ കൈപ്പത്തിയിൽ. കഫ് എന്നാൽ കൈപ്പത്തി എന്നാണ്. അള്ളാഹുവിൻ്റെ കഫ് എന്നാൽ അവൻ്റെ കൈപ്പത്തി എന്നാൽ അതിൻ്റെ രൂപം നമുക്കറിയില്ല. അത് അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിച്ച രൂപത്തിലാണ്. ഒരു സൃഷ്ടിയുടെ ഏതും പോലെയല്ല. അതിൽ 7 ആകാശങ്ങളും ഭൂമിയും നമ്മിൽ ഒരാളുടെ കൈവെള്ളയിൽ 7 കടുകുമണികൾ എടുത്താൽ എങ്ങനെ ഉണ്ടാകും? അതുപോലെ മാത്രമാണ് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം 7 ആകാശങ്ങളും ഭൂമിയും. ഇങ്ങനെ അള്ളാഹു അവൻ്റെ സൃഷ്ടികളെ വലയം ചെയ്തിരിക്കുന്നു. മുഹീത്താണവൻ. ഖിയാമത്ത് നാളിൽ അവൻ ഭൂമിയെ ചുരുട്ടി പിടിക്കുന്നതാണ്. ഭൂമി അവൻ്റെ
കയ്യിലൊതുങ്ങുന്നതാണ്. ആകാശത്തെ അവൻ ചുരുട്ടിപ്പിടിക്കുന്നതാണ്. ഭൂമി അവൻ്റെ കയ്യിലൊതുങ്ങും, ആകാശത്തെ അവൻ ചുരുട്ടിപ്പിടിക്കും. കത്തയ്യി സിജിലിൽ കുതുബ് എന്ന് ഖുർആനിൽ കാണാം, പുസ്തകത്തിൻ്റെ കടലാസുകൾ ചുരുട്ടുന്നത് പോലെ. ഇത് അള്ളാഹു അവൻ മുഹയ്യത്താണ് ഈ രൂപത്തിൽ. അതുപോലെ ഖുർആനിൽ അള്ളാഹു പറഞ്ഞു ഫഅയ്നമാ തുവല്ലു ഫതമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എങ്ങോട്ട് തിരിഞ്ഞാലും അള്ളാഹുവിൻ്റെ മുഖം അവിടെ ഉണ്ട്. നിസ്കരിക്കാൻ നിങ്ങൾ എങ്ങോട്ട് മുഖം തിരിച്ചാലും അള്ളാഹുവിൻ്റെ മുഖം അവിടെ ഉണ്ട്. ഒരാൾ ഭൂമിയുടെ കിഴക്കേറ്റത്ത് നിസ്കരിക്കാൻ, ഒരാൾ പടിഞ്ഞാറേറ്റത്ത് നിസ്കരിക്കാൻ, ഒരാൾ വടക്കേറ്റത്ത് നിസ്കരിക്കാൻ, വേറൊരാൾ തെക്കേ ധ്രുവത്തിൽ നിസ്കരിക്കാൻ. എവിടെ നിസ്കരിച്ചാലും നിസ്കരിക്കുന്നവൻ്റെ മുന്നിൽ അള്ളാഹു അവൻ്റെ മുഖവുമായുണ്ട്. അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണുള്ളത് എന്നതിനോടൊപ്പം അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. നിസ്കരിക്കുന്നവൻ്റെ മുന്നിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അവൻ സൃഷ്ടികൾക്കിടയിൽ അവതരിച്ചു എന്നല്ല, മറിച്ച് അള്ളാഹു അവരെ ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നു, അവരെ വലയം ചെയ്തിരിക്കുന്നു. അതിനർത്ഥം അവൻ സൃഷ്ടികൾക്കിടയിൽ അവതരിച്ചു എന്നല്ല, അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. എന്നാൽ അവൻ സൃഷ്ടികളെ ഇഹാത്തത്ത് ചെയ്തിരിക്കുന്നു, അവരെ വലയം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, സല്ല അഹദുക്കും ഫലാ യബ്സുഖ് ഖിബ്ല വജ്ഹിഹി, നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കുകയാണെങ്കിൽ മുൻഭാഗത്തേക്ക് അവൻ തുപ്പാൻ പാടില്ല. ഫഇന്നല്ലാഹ ഖിബ്ല വജ്ഹിഹി, കാരണം നിസ്കരിക്കുന്നവൻ്റെ മുഖത്തിൻ്റെ ഭാഗത്ത് റബ്ബുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനസ്സിലാക്കണം. അള്ളാഹു അവൻ്റെ ഹാത്തത്ത് മുഖേന നിസ്കരിക്കുന്നവരുടെ മുന്നിലുണ്ട്, പ്രത്യേകമായി അവരുടെ മുന്നിലുണ്ട്. അവൻ സൃഷ്ടികൾക്കിടയിൽ അവതരിച്ചു എന്നതിന് അർത്ഥമില്ല. അവൻ 7 ആകാശങ്ങൾക്ക് മുകളിലാണ്. ഇത് രണ്ടും പരസ്പരം എതിരല്ല. അതെങ്ങനെയാണ് സാധിക്കുക? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ്. അവനെ സൃഷ്ടികളുമായി താരതമ്യം ചെയ്ത് ചിന്തിച്ചുകൂടാ, നമുക്കത് സാധിക്കുകയില്ല. ആ കഴിവുകേടുമായി, നമ്മുടെ കഴിവുകേടുമായി റബ്ബിനെ സാദൃശ്യം ചെയ്യാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഹദീസ് അങ്ങനെ മനസ്സിലാക്കുക. നോക്കൂ, ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് വകാന അല്ലാഹു ബികുല്ലി ഷൈഇൻ മുഹീത, അള്ളാഹു സകലതിനെയും വലയം ചെയ്തിരിക്കുന്നവനാണ്. വഇദ് ഖുൽനാ ലക ഇന്ന റബ്ബക ഹാത ബിന്നാസ്, ഖുർആനിൽ തന്നെ കാണാം നാം നിന്നോട് പറഞ്ഞതുപോലെ, നാം നിന്നോട് പറഞ്ഞ സന്ദർഭം ഇന്ന റബ്ബക ഹാത ബിന്നാസ്, അവൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ജനങ്ങളെ വലയം ചെയ്തിരിക്കുന്നു. സൂറത്തു റഹ്മാനിൽ അല്ലാഹു പറഞ്ഞു യാ മഅശറൽ ജിന്നി വൽ ഇൻസി ഇൻ ഇസ്തതഅതും അൻ തൻഫുദു മിൻ അഖ്താരിസ് സമാവാതി വൽ അർദി ഫൻഫുദു ലാ തൻഫുദൂന ഇല്ലാ ബിസുൽത്താൻ, നിങ്ങൾ ആകാശങ്ങളുടെ അതുപോലെ ഭൂമിയുടെ അതിർവരമ്പുകൾ വിട്ടുകടക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പോവുക, അള്ളാഹുവിൻ്റെ അവൻ ഉദ്ദേശിച്ചാലല്ലാതെ ഒരു സുൽത്താൻ കൊണ്ടല്ലാതെ നിങ്ങൾക്കത് വിട്ടുകടക്കാൻ സാധ്യമല്ല. അതുപോലെ അള്ളാഹു പറഞ്ഞു അല്ലാഹു മിൻ വറാഇഹിം മുഹീത്ത്, അള്ളാഹു അവരുടെ പിന്നിൽ നിന്ന് അവരെ വലയം ചെയ്തിരിക്കുന്നു. ഈ മുഹീത്ത് എന്നത് അള്ളാഹുവിൻ്റെ ഇഹാത്തത്ത് എന്ന സിഫത്ത് ഈ രൂപത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് അള്ളാഹു അവൻ്റെ സമഅ് കൊണ്ട്, അവൻ്റെ കേൾവി കൊണ്ട്, അവൻ്റെ അറിവ് കൊണ്ട്, അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് സകലതിനെയും വലയം ചെയ്തിരിക്കുന്നു. നേരത്തെ സഹാബിമാരിൽ ചിലർ പറഞ്ഞ അസറിലുള്ളതുപോലെ 7 ആകാശങ്ങളും ഭൂമിയും അള്ളാഹുവിൻ്റെ കൈപ്പറ്റിയിൽ, നിങ്ങളിൽ ഒരാളുടെ കൈപ്പറ്റിയിൽ 7 കടുകുമണികൾ വെച്ചതുപോലെ മാത്രമാണ്. ഇത് അള്ളാഹു അപ്പോൾ സൃഷ്ടികൾക്കെല്ലാം മുകളിലാണ് എന്ന വിശ്വാസത്തോടൊപ്പം നാം മനസ്സിലാക്കണം. അവൻ സൃഷ്ടികൾക്കിടയിൽ അവതരിച്ചു എന്നോ അവർക്കിടയിൽ ഇടകലർന്ന് അള്ളാഹു ഉണ്ട് എന്നോ ഇതിന് ഒരു നിലക്കും അർത്ഥമില്ല, ഒരു നിലക്കും ഇതിന് അർത്ഥമില്ല. റബ്ബിൻ്റെ ശ്രേഷ്ഠകരമായ പേരുകളിൽ മറ്റൊരു പേരാണ് അൽ മുഖീത്ത് എന്ന പേര്. ഖുർആനിൽ ഒരൊറ്റയിടത്ത് മാത്രമാണ് ഈ പേര് വന്നിട്ടുള്ളത്. من يشفع شفاعة حسنة يكن له نصيب منها ومن يشفع شفاعة سيئة يكن له كفل منها وكان الله على كل شيء مقيتا എന്ന സൂറത്തു നിസായിലെ ആയത്തിൽ അള്ളാഹു പറയുന്നു മൻ യശ്ഫഅ ശഫാഅത്തൻ ഹസന, ആരെങ്കിലും ഒരു നല്ല ശുപാർശ പറഞ്ഞാൽ യകുൻ ലഹു നസീബും മിൻഹ, അവൻ അതിൻ്റെ ഒരു ഓഹരി നന്മയുടെ പ്രതിഫലമുണ്ടായിരിക്കും. വമൻ യശ്ഫഅ ശഫാഅത്തൻ സയ്യിഅ, ആരെങ്കിലും ഒരു ചീത്തയായ കാര്യം ശുപാർശ പറഞ്ഞാൽ യകുൻ ലഹു കിഫ്ലും മിൻഹ, അതിൻ്റെയും ഒരു ഓഹരി അവനുണ്ടായിരിക്കും. വകാന അല്ലാഹു അലാ കുല്ലി ഷൈഇൻ മുഖീത, അള്ളാഹു എല്ലാ കാര്യത്തിനുമേലും മുഖീത്താൻ. എന്താണ് മുഖീത്ത് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. അതിൻ്റെ ഒരു അർത്ഥം ഇങ്ങനെയാണ്: എല്ലാ സൃഷ്ടികൾക്കും, ജന്തുജാലങ്ങൾക്കും മനുഷ്യർക്കുമെല്ലാം അവരുടെ ഖൂത്ത് എത്തിച്ചു കൊടുത്തവനാണ് മുഖീത്ത്. ഖൂത്ത് എന്നാൽ എന്താണ്?
അവർക്കുള്ള ഭക്ഷണം, അവർക്കുള്ള റിസ്ക് അത് എത്തിച്ചു കൊടുത്തവനാണ് റബ്ബ്. ഓരോരുത്തർക്കും അവൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അള്ളാഹു അവരുടെ റിസ്ക് എത്തിച്ചു കൊടുത്തിരിക്കുന്നു. അൽഹംദുലില്ലാ. അവരിലെ ചെറിയ ആളുകൾക്കാകട്ടെ, കുട്ടികൾക്കാകട്ടെ, മുതിർന്നവർക്കാകട്ടെ, ഗർഭാശയങ്ങൾ കഴിയുന്ന കുഞ്ഞുങ്ങൾക്കാകട്ടെ, അല്ലാത്തവർക്കാകട്ടെ, സമ്പന്നർക്കാകട്ടെ, ദരിദ്രർക്കാകട്ടെ, ശക്തരായ ആളുകൾക്കാകട്ടെ, ദുർബലരായ ആളുകൾക്കാകട്ടെ, വമാ മിൻ ജാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിൽ ഒരു ദാബത്തുമില്ല, ഒരു ജന്തുവുമില്ല, അള്ളാഹു അതിൻ്റെ റിസ്ക് ഏറ്റെടുത്തിട്ടല്ല. വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ കുല്ലുൻ ഫീ കിതാബിൻ മുബീൻ. അതിൻ്റെ വിശ്രമ കേന്ദ്രവും താമസ സ്ഥലവും അത് മരിച്ചു ചെല്ലുന്ന സ്ഥലവുമെല്ലാം അള്ളാഹു അറിയുന്നു. അതെല്ലാം വ്യക്തമായ കിതാബിലുണ്ട്. നോക്കൂ നിങ്ങൾ, അള്ളാഹു പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നു. റബ്ബ് സുബ്ഹാനഹു വ തആല കഴിവും സാമർഥ്യവും ശക്തിയുമുള്ളവർക്ക് മാത്രമേ റിസ്ക് നൽകൂ എങ്കിൽ, അതാണ് റിസ്കിൻ്റെ അടിസ്ഥാനമെങ്കിൽ, കഴുകൻ ആകാശത്തുള്ളിടത്തോളം കാലം ഒരു പക്ഷിക്ക് തിന്നാനൊന്നും കിട്ടൂല. അതിന് തിന്നാൻ റിസ്ക് കിട്ടുമോ? ഇല്ല. അതിനെ ഉപദ്രവിക്കുന്ന മറ്റൊന്ന് ശക്തിയുള്ള ഒന്ന് പാറിപ്പറക്കുന്നുണ്ട് മുകളിൽ. അതോടൊപ്പമാണ് ചെറിയ ചെറിയ പക്ഷികൾക്ക് റിസ്ക് അള്ളാഹു നൽകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞില്ലേ, ലൗ തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറുസിഖ്തും കമാ തുർസഖു അത്തയ്ർ തഗ്ദു ഖിമാസ വതറൂഹു ബിതാന. അള്ളാഹുവിൽ നിങ്ങൾ യഥാർത്ഥ തവക്കുലാക്കിയിരുന്നുവെങ്കിൽ പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ നിങ്ങൾക്ക് റിസ്ക് നൽകപ്പെടുമായിരുന്നു. അവർ വയറൊട്ടിയവരായി രാവിലെ പുറത്തേക്ക് പോകുന്നു. വയറ് നിറഞ്ഞിട്ടാണ് അവർ കൂട്ടിലേക്ക് വൈകുന്നേരം തിരിച്ചു പോകുന്നത്. ആരാണ് അവർക്ക് റിസ്ക് നൽകുന്നത്? അള്ളാഹുവാണ്. റബ്ബിലുള്ള തവക്കുൽ കൊണ്ടാണ് അവർക്ക് റിസ്ക് ലഭിക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് പ്രകാരം. അതോടൊപ്പം നോക്കൂ നിങ്ങൾ, അവരെന്ത് ചെയ്യുന്നു? അള്ളാഹു തരും എന്ന് പറഞ്ഞ് കൂട്ടിലിരിക്കുകയാണോ? അല്ല, പോകുന്നു. ഇതുപോലെ തന്നെ നീ പണിയെടുക്കുക, റിസ്ക് അന്വേഷിച്ച് ചെല്ലുക, കച്ചവടം ചെയ്യുക, ജോലി ചെയ്യുക. ഖൽബ് അള്ളാഹുൽ മാത്രം തവക്കുലാക്കുക. ജോലിയും കച്ചവടമൊക്കെ നിൻ്റെ ശരീരം കൊണ്ട്, അവയവങ്ങൾ കൊണ്ട്. ഹൃദയം അതിലൊന്നിലും അവലംബിച്ചുകൂടാ. ഹൃദയം അള്ളാഹുവിൽ മാത്രം അവലംബിക്കുക. എങ്കിൽ നീ എത്ര കഴിവ് കുറഞ്ഞവനാകട്ടെ, നീ സാമർഥ്യവും ബുദ്ധിയുമൊക്കെ കുറഞ്ഞവനാകട്ടെ, അങ്ങനെ വലിയ സാമർഥ്യമൊന്നുമില്ല, ആരും പറ്റിക്കാതെ, ആരാലും പറ്റിക്കപ്പെടാതെ ജീവിക്കാനുള്ള സാമർഥ്യമൊന്നുമില്ലെങ്കിൽ കൂടി അള്ളാഹുവാണ് റിസ്ക് നൽകുന്നവൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, അൽ മുഅ്മിനു ഖിർറുൻ കരീം വൽ ഫാജിറു ഖബ്ബുൻ ലഈം. അൽ മുഅ്മിനു ഖിർറുൻ, മുഅ്മിൻ ഖിർറാണ്. എന്നാൽ ഖിർ എന്ന് പറഞ്ഞാൽ പലപ്പോഴും അവൻ ആളുകൾ പറ്റിച്ചേക്കും. ഖിർ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് വലിയ വിളവനായിരിക്കുകയില്ല പലപ്പോഴും. അതുകൊണ്ട് ചിലപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ഖേദവും സങ്കടമൊക്കെ പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ എടുത്തു കൊടുത്തേക്കും. പിന്നെയാണ് മനസ്സിലാക്കുക ആൾ പറ്റിച്ചതാണ് എന്ന്. അതുകൊണ്ട് മുഅ്മിൻ മോശക്കാരനാകുമോ? ഇല്ല. ഖിർറുൻ കരീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എങ്കിലും അവൻ കരീമാണ്, അവൻ മാന്യനാണ്, അവൻ ആദരിക്കപ്പെടുന്നവനാണ്. വൽ ഫാജിർ എന്നാൽ ഒരു വൃത്തികെട്ടവൻ ഖബ്ബുൻ ലഈം. ഖബ്ബാണ്. എന്നാൽ ഖബ്ബ് എന്ന് പറഞ്ഞാൽ നല്ല വിളവനാണ്, ആർക്കും പറ്റിക്കാൻ കഴിയില്ല. ഒരു വൃത്തികെട്ട ഒരുവൻ അവൻ ഖബ്ബുൻ ലഈം. എന്നാൽ അതുകൊണ്ട് അവൻ പ്രശംസക്ക് അർഹനാണോ? അല്ല, ലഈം, ആക്ഷേപാർഹനാണ്. ശരിയാണ്, മുഅ്മിൻ ശ്രദ്ധിക്കും, അവൻ പഠിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ലാ യുൽദഖുൽ മുഅ്മിനു മിൻ ജുഹരി വാഹിദി മറത്തൈൻ. മുഅ്മിൻ ഒരു മാളത്തിൽ നിന്ന് 2 തവണ കടിയേൽക്കുകയില്ല. ബുദ്ധിമോശം കരുതി കൂട്ടി പ്രവർത്തിക്കുകയില്ല. അതേസമയം അതിനർത്ഥം ആരും ഒരിക്കലും അവനെ പറ്റിക്കുകയില്ല എന്നല്ല, അങ്ങനെ സംഭവിച്ചേക്കും. എന്നാലും അവൻ കരീമാണ്. നോക്കൂ നിങ്ങൾ, അതുകൊണ്ട് അള്ളാഹുൽ തവക്കുലാക്കിയാൽ റബ്ബ് സുബ്ഹാനഹു വ തആല അതിൻ്റെ പണിയെടുത്താൽ അള്ളാഹു റിസ്ക് നൽകുന്നതാണ്. അവനാണ് സകല സൃഷ്ടികൾക്കും അവയുടെ കൂത്ത് നൽകുന്ന, റിസ്ക് നൽകുന്ന മുഖീത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഭൂമിയിൽ അതിൻ്റെ കൂത്ത് നിശ്ചയിച്ചിരിക്കുന്നു. വഖദ്ദറ ഫീഹ അഖ്വാതഹ. ഖുർആനിൽ പറഞ്ഞത് കാണാം, ഭൂമിയിൽ അള്ളാഹു ഭക്ഷണം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് നോക്കൂ, ഒരു നാട്ടിൽ കാണാത്ത ഭക്ഷണം വേറൊരു നാട്ടിൽ കാണാം, ഒരു നാട്ടിൽ മുളക്കാത്തത് വേറൊരു നാട്ടിൽ. അപ്പോഴാണ് കച്ചവടം നടക്കുക. ആ നാട്ടിലുള്ള ആളുകൾക്ക് പണമുണ്ടാക്കാൻ, അവരുടെ റിസ്ക് മുന്നോട്ട് പോകാൻ അതുകൊണ്ടാണ് സാധിക്കുക. അള്ളാഹു ആ രൂപത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഓരോ നാട്ടുകാരുടെ ശരീരപ്രകൃതിക്ക് യോജിച്ച ഭക്ഷണം ആണ് ആ നാട്ടിൽ അള്ളാഹു കൂടുതൽ നൽകുകയും
അവരുടെ ശരീരത്തിൻ്റെ പ്രകൃതിക്കും അവിടുത്തെ കാലാവസ്ഥക്കും ഒക്കെ യോജിച്ചത്. അതുകൊണ്ട് തന്നെ ചില പണ്ഡിതന്മാർ, ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള പണ്ഡിതന്മാർ റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞത് കാണാം, നിൻ്റെ നാട്ടിൽ സുലഭമായി ലഭിക്കുന്ന ഭക്ഷണമേടോ അത് ഞാൻ കഴിക്കില്ല എന്ന പ്രതിജ്ഞ എടുക്കാതിരിക്കുക. മനസ്സിലായില്ല, അതൊരു ആരോഗ്യത്തിൻ്റെ വലിയ കാര്യമായി ആരും മനസ്സിലാക്കേണ്ടതില്ല. നാട്ടിൽ വളരെ സുലഭമായി ലഭിക്കുന്നൊരു ഭക്ഷണം ഞാൻ കഴിക്കുകയില്ല, അത് കഴിച്ചാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം എപ്പോഴെങ്കിലും ഏതെങ്കിലും കാലത്തുണ്ടായേക്കും എന്ന് പറഞ്ഞ് അത് കഴിക്കാതിരിക്കുക എന്നത് ശരിയല്ല എന്നാണ് ഞാൻ ഈ പറയുന്നത്. തിബ്ബൻ, ആരോഗ്യപരമായ ഒരു കാര്യം പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ്. അതല്ലാതെ ഖുർആനിലോ ഹദീസിലോ വിലക്ക് വന്നതല്ല. മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നാട്ടിലും അവരുടെ ജനങ്ങൾക്ക് യോജിച്ച ഭക്ഷണമാണ് കൂടുതൽ നൽകുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം മാത്രം. നോക്കൂ, മുഖീത്ത് എന്ന റബ്ബിൻ്റെ പേരിന് ഈ ഒരു അർത്ഥമുണ്ട്, റിസ്ക് നൽകുന്നവൻ. അതുപോലെ ആ പേരിൻ്റെ അർത്ഥമായി പണ്ഡിതന്മാർ പഠിപ്പിച്ച മറ്റു ചില കാര്യങ്ങളാണ് ഹഫീദ് എന്നത്. അവൻ നിരീക്ഷകനാണ്, അവൻ അമലുകളെല്ലാം മറക്കാതെ രേഖപ്പെടുത്തുന്ന, സൂക്ഷിച്ചു വെക്കുന്ന സംരക്ഷകനാണ്. ഷഹീദാണ് അവൻ, സാക്ഷിയാണ്. അതുപോലെ അവൻ കഴിവുള്ളവനാണ്. അവൻ ജനങ്ങളുടെ കാര്യം നോക്കുന്ന, അവരുടെ കണക്ക് നോക്കുന്നവനാണ്. ഈ അർത്ഥമെല്ലാം മുഖീത്ത് എന്ന പേരിൻ്റെ അർത്ഥമായി സലഫുകൾ, മുൻഗാമികൾ പറഞ്ഞത് കാണാം. ഇതെല്ലാം ഈ പേരിൻ്റെ അർത്ഥമാകുന്നതിന് യാതൊരു തടസ്സവുമില്ല. അങ്ങനെ ചില പേരുകളുണ്ട്, ഒരു പേരിന് തന്നെ പല അർത്ഥമുള്ള പേരുകൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടിമകളെ അറിയുന്നവനാണ്, അവരുടെ ആവശ്യങ്ങൾ അവൻ അറിയുന്നു, അത് ഏറ്റെടുക്കാൻ കഴിവുള്ളവനാണ്, അവനത് ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ ശരീരത്തിന് വേണ്ട റിസ്ക് അവൻ നൽകുന്നു. റൂഹിന് വേണ്ട റിസ്ക്കുണ്ട്, അതെന്താണ്? അത് അറിവാണ്, കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും വിജ്ഞാനമാണ്. അതാണ് റൂഹിൻ്റെ ഭക്ഷണം. ശരീരത്തിന് ഭക്ഷണം വേണം എന്നതുപോലെ റൂഹിനും അത് വേണ്ടതുണ്ട്, എന്നാലേ റൂഹ് യഥാർത്ഥ രൂപത്തിൽ നിലനിൽക്കുകയുള്ളൂ. ഇതാണ് റബ്ബിൻ്റെ അൽ മുഖീത്ത് എന്ന പേരിൻ്റെ വിശദീകരണമായി പറയാനുള്ളത്. റബ്ബിൻ്റെ അൽ അസ്മാ ഉൽ ഹുസ്നയിൽ മറ്റൊരു ഇസ്മാണ് അൽ വാസിഅ എന്ന പേര്. അൽ വാസിഅ ഖുർആനിൽ പലതവണ ആവർത്തിച്ചു വന്നിട്ടുള്ള പേരുകളിലൊന്നാണ് അൽ വാസിഅ എന്ന അള്ളാഹുവിൻ്റെ പേര്. വാസിഅ എന്ന് പറഞ്ഞാൽ അർത്ഥം അതിവിശാലതയുള്ളവൻ എന്നാണ്. അഥവാ നേരത്തെ മുഹീത്ത് എന്ന പേരിനെ കുറിച്ച് പറഞ്ഞതുപോലെ ധാരാളം വിശേഷണങ്ങളിൽ, അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളിലെല്ലാം അവൻ അതിവിശാലതയുള്ളവനാണ്. അവൻ്റെ വിശേഷണങ്ങളെല്ലാം അതിവിശാലമാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശാലമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിനെ സനാ ചെയ്യാൻ, പുകഴ്ത്താൻ, റബ്ബിനെ കുറിച്ചുള്ള പുകഴ്ത്തലുകൾ അത് പൂർണ്ണമായി ചെയ്യാൻ ഒരാൾക്കും സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അള്ളാഹുവെ, നിനക്കുള്ള പ്രശംസ പൂർണ്ണമായി പറയാൻ എനിക്ക് സാധ്യമല്ല. നീ നിന്നെ എങ്ങനെ പുകഴ്ത്തിയോ അങ്ങനെയാണ് നീ. അള്ളാഹുവിൻ്റെ മഹത്വം അത് അതിവിശാലമാണ്, അവൻ്റെ അധികാരം അതിവിശാലമാണ്, അവൻ്റെ ആധിപത്യം അതിവിശാലമാണ്, അവൻ്റെ ഔദാര്യവും അവൻ നൽകുന്ന നന്മകളും വിശാലമാണ്. അവൻ്റെ ധാരാളക്കണക്കിന് കാര്യങ്ങളിൽ ഈ സിഫത്ത് നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഏറ്റവും വലിയവനാണ്, അവൻ അക്ബറാണ്, അവനേക്കാൾ വലിയ മറ്റൊന്നുമില്ല, എല്ലാത്തിനേക്കാൾ വലിയവനാണ് അവൻ. ആ അർത്ഥത്തിൽ അവൻ വാസിഅൻ. അതുപോലെ നോക്കൂ, അവൻ്റെ ഇൽമ്, അവൻ്റെ അറിവ് അതിവിശാലമാണ്. ഖുർആനിൽ പറഞ്ഞില്ലേ, വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമ, എൻ്റെ റബ്ബിൻ്റെ അറിവ് അത് എല്ലാത്തിനെയും ഉൾക്കൊണ്ട് വിശാലമായിരിക്കുന്നു. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ വാക്കായി ഖുർആനിൽ വന്നിട്ടുള്ളതാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഫഇൻ കദ്ദബൂക, ഓ നബി, അവർ താങ്കളെ കളവാക്കുകയാണെങ്കിൽ, ഫഖൂൽ, താങ്കൾ പറയുക, റബ്ബുക്കും ദൂ റഹ്മത്തിൻ വാസിഅ, വിശാലമായ കാരുണ്യമുള്ളവനാണ് നിങ്ങളുടെ റബ്ബ്. എന്നാൽ വലാ യുറദ്ദു ബഅസുഹു അനിൽ ഖൗമിൽ മുജ്രിമീൻ, കുറ്റവാളികളുടെ ആയ ആളുകളിൽ നിന്ന് അവൻ്റെ ശിക്ഷയെ തടുക്കാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ച് പ്രതീക്ഷ നൽകിയതോടൊപ്പം അവൻ്റെ ശിക്ഷയെ പേടിക്കാൻ ഒരുമിച്ച് പറയുകയാണ്. അവൻ്റെ കാരുണ്യം വിശാലമാണ്, അവൻ്റെ മഗ്ഫിറത്ത്, പാപമോചനം വിശാലമാണ്. ഇന്ന റബ്ബക വാസിഉൽ മഗ്ഫിറ, സൂറത്തു നജ്മിൽ അള്ളാഹു പറഞ്ഞു, നിന്റെ റബ്ബ് അതിവിശാലമായ പാപമോചനമുള്ളവനാണ്, അവൻ നൽകുന്ന റിസ്ക് വിശാലമാണ്. ഇയകൂനു ഫുഖറാ യുഗ്നിഹിം അല്ലാഹു മിൻ ഫദ്ലിഹി വല്ലാഹു വാസിഉൻ അലീം.
അവിവാഹിതരെ പ്രായമെത്തിയവരെ വേഗം വിവാഹം ചെയ്യിപ്പിക്കണം എന്ന് പറഞ്ഞ ആയത്തിൽ അള്ളാഹു പറഞ്ഞത് കാണാം. അവർ ദരിദ്രരാണെങ്കിൽ അള്ളാഹു അവൻ്റെ ഔദാര്യത്തിൽ നിന്ന് അവർക്ക് ഹിന ഐശ്വര്യം നൽകുമ്പോൾ അള്ളാഹു വാസിഉൻ അലീം, അള്ളാഹു അതിവിശാലമായി നൽകുന്നവനാണ്, വിശാലമായി റിസ്ക് നൽകുന്നവനാണ്, വിശാലമായ വിശേഷണങ്ങളുള്ളവനാണ്, അലീം എല്ലാം അറിയുന്നവനാണ്. അവൻ്റെ പ്രതിഫലം അതിവിശാലമാണ്. അതുകൊണ്ടാണ് ഒരു പ്രതിഫലം ഒരു കർമ്മത്തിൻ്റെ പ്രതിഫലം അവൻ ഇരട്ടിപ്പിച്ച് 700 ഇരട്ടിയും അതിനു മുകളിലുമൊക്കെ അള്ളാഹു റബ്ബുൽ ആലമീൻ നൽകുന്നത്. നോക്കൂ, അള്ളാഹു വാസി ആയതുകൊണ്ടാണ് അവൻ്റെ ദീൻ ഇത്ര വിശാലമായത്. അവൻ വാസി ആയതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ ദീൻ വിശാലമായത്. അള്ളാഹു ഒരു നഫ്സിനെയും അതിന് സാധിക്കാത്തത് ഏൽപ്പിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞു, യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്ർ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, അവൻ നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. ഇതെല്ലാം അൽ വാസി എന്ന റബ്ബിൻ്റെ പേരിൽ നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. റബ്ബിൻ്റെ ഇസ്മുകളിൽ 4 ഇസ്മുകളാണ് നാം ഈ ചുരുങ്ങിയ രൂപത്തിൽ വിശദീകരിച്ചത്. അൽ മുഹൈമിൻ, അൽ മുഹീത്ത്, അൽ മുഖീത്ത്, അൽ വാസി എന്നീ 4 പേരുകൾ. വഫഖനില്ലാഹു വയ്യാക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പേരുകളും അവൻ്റെ വിശേഷണങ്ങളും അവൻ്റെ ദീനും ഏറ്റവും നന്നായി പഠിക്കാനും അത് പാലിക്കാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ.